തപസ്സുകൊണ്ട് എന്താ സാധിക്കുക? തപോമഹിമയാൽ, തപസ്സിൻ്റെ മഹിമയാൽ തന്നെ പുരുഷൻ സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ വർത്തിക്കുന്നവനും പരംജ്യോതി സ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനും ജ്ഞാനവിഗ്രഹനുമായ ഈശ്വരനെ പ്രാപിക്കുന്നു. തപസ് ചെയ്യുമ്പോഴാണ് ഹൃദയഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്ന പരമമായ സത്യത്തെ ഒരുവൻ പ്രാപിക്കുക. അപ്പോൾ പരമമായതിനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം എന്നിവിടെ പറഞ്ഞു തരികയാണ്. ധ്യാനിക്കുകയാണ് വേണ്ടത്, തപസ് ചെയ്യുകയാണ് വേണ്ടത്. എവിടെയാണ് ആ പരമമായത് കുടികൊള്ളുന്നത്? ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ, അവനവൻ്റെ ഹൃദയഗുഹയിൽ. അപ്പോൾ നമ്മൾ ധ്യാനനിരതരാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പല ചിന്തകളിലേക്കും ചേക്കേറും. പലതിനെക്കുറിച്ചും പലരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും. ആരെക്കുറിച്ച് ചിന്തിച്ചാലും എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും അതിൻ്റെ എല്ലാം കേന്ദ്രസ്ഥാനത്ത്, സർവഭൂതങ്ങളുടെയും ഉണ്ടായതെല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് ഈ പരംജ്യോതി സ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനും ജ്ഞാനവിഗ്രഹനുമായ ഈശ്വരൻ ഇരിക്കുന്നുണ്ട് എന്ന് ധ്യാനിക്കണം. അപ്പം നമ്മളുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോവുകയില്ല. നമ്മൾ ആരെ ധ്യാനിക്കാനാണ് ഇരിക്കുന്നത്? ഹൃദയഗുഹയിൽ വസിക്കുന്ന പരമാത്മസ്വരൂപത്തെ, നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന, സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മസ്വരൂപത്തെ. എല്ലാത്തിലുമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് എന്നിലുമുണ്ട്. അപ്പം ഞാൻ ധ്യാനനിരതനായിരിക്കുകയാണ്. അങ്ങനെ ധ്യാനനിരതനായി ശ്രദ്ധയോടുകൂടി എൻ്റെ ഹൃദയവാസിയായ ഭഗവാനെ കാണാൻ വേണ്ടിയിരിക്കുമ്പോൾ, കാണുക എന്നുള്ളത് ഇവിടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്ന പ്രക്രിയയായിട്ടല്ല പറയുന്നത്, ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ എന്നർത്ഥത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധ വ്യതിചലിക്കുകയും മറ്റു പലതിനെക്കുറിച്ചും പലരെക്കുറിച്ചും ചിന്ത വ്യാപരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്തിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ നാം ചിന്തിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുക. കാരണം നമ്മളിരിക്കുന്നത് ഭഗവാനെ ധ്യാനിക്കാനാണ്. ആ ഭഗവാൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായിട്ടുള്ളതിൻ്റെ എല്ലാം കേന്ദ്രസ്ഥാനത്ത് ഭഗവാനുണ്ട്. അവിടെയെല്ലാം നമുക്ക് ഭഗവാനെ ധ്യാനിക്കാം. അപ്പോൾ ചിന്തകൾ നമ്മളെ വ്യതിചലിപ്പിക്കുന്നത് തത്കാലത്തേക്ക് മാത്രമായി തീരും. എന്തിൻ്റെ കേന്ദ്രസ്ഥാനത്തും നമുക്ക് ഈശ്വരനെ ധ്യാനിക്കാൻ സാധിക്കും. തപോമഹിമയാൽ തന്നെ പുരുഷൻ സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ വർത്തിക്കുന്നവനും പരംജ്യോതി സ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനും ജ്ഞാനവിഗ്രഹനുമായ ഈശ്വരനെ പ്രാപിക്കുന്നു. ഈ കഥകളിലൂടെ വ്യാസഭഗവാൻ പരമമായതിനെപ്പറ്റി പലതും നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അത് ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കഥ കേൾക്കുന്നതിലുള്ള വിജയം. ഇപ്പം തപസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? തപസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെ എങ്ങനെയാണ് അനുകൂലമാക്കി മാറ്റുക? ഇതെല്ലാം ഭഗവാൻ വ്യാസൻ ഈ കഥ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. കഥയിൽ തന്നെ ഇതെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്.